കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ഈ രാത്രിയിലും വരുവാൻ ദൈവം സഹായിച്ചല്ലോ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. വിശേഷിച്ച അതിഥിയായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ ഭൃത്തിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടർന്നുള്ള അല്പസമയം ആയിരിക്കാം. എത്രയും നേരത്തെ തന്നെ നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാനായി പരിശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ ചില മാസങ്ങളായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ രാത്രിയിൽ തുടർന്ന് നമ്മൾ ആ 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ആസ് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ്, ഭാര്യമാരെക്കുറിച്ചും ഭർത്താക്കന്മാരെക്കുറിച്ചും പ്രായോഗികമാകുന്ന കാര്യങ്ങളെ പറയുന്ന വേദഭാഗമാണ് 1 മുതൽ 7 വരെയുള്ളതാകുന്ന വേദഭാഗം. ഇന്ന് നമ്മൾ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. പല സഹോദരന്മാരും ഭാര്യമാരെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നായിരുന്നെങ്കിലെന്നിപ്പം ചിന്തിക്കുന്നുണ്ടാകും. ഇതുവരെ വരാത്ത ചിലരൊക്കെ ഇന്നുണ്ട്. ഈ ഭാഗമാണെന്നോ പറയാൻ പോകുന്നതെന്ന് അറിയാവുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എനിവേ, നമ്മൾക്ക് ആ ഭാഗം ഒന്ന് വായിക്കുകയും ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയും കൊണ്ട മനസ്സും എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായിത്തീരുന്നു. സ്തോത്രം. ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലം പത്രോസ് അപ്പോസ്തലൻ 2-ാം അധ്യായം 11-ാം വാക്യം മുതൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യവും പറയുന്നത്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പ്രാരംഭ വേദഭാഗങ്ങളിൽ വളരെ ആഴമായിട്ടുള്ള ഉപദേശ വിഷയങ്ങൾ പ്രബോധനമായിട്ട് അപ്പോസ്തലൻ നൽകുകയുണ്ടായി. അതിനുശേഷം തുടർന്ന് ഈ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 11 മുതലുള്ളതാകുന്ന വേദഭാഗങ്ങളിൽ പ്രധാനമായിട്ട് അതിൻ്റെ ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസാണ്, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ ഉപദേശങ്ങളുടെ പ്രസക്തി അതെങ്ങനെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നു
നിത്യജീവിതത്തിലെ എല്ലാ കോണുകളിലും എല്ലാ അവസ്ഥകളിലും ദൈവവചനത്തിൻ്റെ ഉപദേശം കടന്നു ചെല്ലേണ്ടതാണ്, അല്ലെങ്കിൽ ചെല്ലുന്നതാണ്. ആ കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ പത്രോസിൻ്റെ തുടർന്നുള്ള ആ ലേഖനത്തിൽ അല്ലെങ്കിൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങളില്ല എന്നല്ല, ഉണ്ട്. എങ്കിൽ തന്നെയും പ്രധാനമായിട്ട് തികച്ചും പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗികമാകുന്ന തലങ്ങളിലേക്കാണ് അപ്പോസ്തലനാകുന്ന പത്രോസ് കടന്നു പോകുന്നത്. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ക്രിസ്തീയ ജീവിതം പ്രായോഗികമാകേണ്ടതിൻ്റെ പ്രാധാന്യത ആദ്യമേ തന്നെ താൻ പറയുന്നുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. അപ്പം ജാതികളുടെ ഇടയിൽ നമ്മുടെ ജീവിതമാണ് അവർക്ക് സാക്ഷ്യമായി വരേണ്ടത്. നമ്മുടെ വാക്കുകളേക്കാൾ ഉപരി, നമ്മുടെ പ്രസംഗത്തെക്കാൾ ഉപരി നമ്മുടെ നിത്യജീവിതമാണ് ലോകമനുഷ്യരെ സ്വാധീനിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അപ്പോൾ നിശ്ചയമായിട്ടും നടപ്പ്, ബിഹേവിയർ എന്നുള്ളതാകുന്ന വിഷയത്തെയാണ് പത്രോസ് അപ്പോസ്തലൻ എംഫസൈസ് ചെയ്യുന്നത്. ബിഹേവിയർ, നടപ്പിനെയാണ്. ആ നടപ്പിനെക്കുറിച്ച് പറയുന്നതിന് മുൻപേ നമ്മൾ ചിന്തിച്ചു, ഉപദേശം പറഞ്ഞു കഴിഞ്ഞു. ആ ഉപദേശങ്ങളുടെ പ്രായോഗികമാകുന്ന അല്ലെ അതിൻ്റെ ആപ്ലിക്കേഷൻ, വേദപുസ്തകം പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻസ്, ആ വേദഭാഗത്തിൻ്റെ അർത്ഥമെന്താ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ അർത്ഥം, വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ളത് പ്രധാനപ്പെട്ട പടിയാകുമ്പോൾ, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മീ, എനിക്കതെന്തർത്ഥമാകുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതി, അവർക്ക് എന്താണോ അത് മീൻ ചെയ്തത് അതാണ് അതിൻ്റെ വ്യാഖ്യാനം. പക്ഷെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയതെന്നും കണ്ട് കോഴഞ്ചേരിക്കാർക്ക് തന്നെ അതുകൊണ്ടുള്ള കാര്യം, അതാണ് ആപ്ലിക്കേഷൻ. മനസ്സിലായി? കോഴഞ്ചേരി എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് എന്നെ ചേർത്തങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മീ, അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അത് എൻ്റെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ജാതികളുടെ ഇടയിൽ നമ്മൾ എന്താകുന്നത്. ജാതികൾ ദൈവമക്കളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയും തോറും നമ്മുടെ നടപ്പ് അവരുടെ ഇടയിൽ എങ്ങനാകണം? നന്നാകണം. അപ്പം ഈ നടപ്പ് നന്നാകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ ചുരുക്കം വാക്യങ്ങളിൽ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, ആ ഉപദേശ വചനത്തിൻ്റെ, പ്രബോധനത്തിൻ്റെ ആപ്ലിക്കേഷൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിന് അതെന്താ അർത്ഥമാകുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഇന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ചിലർ ചോദിക്കാറുണ്ട് ആ അർത്ഥം എന്നാ. നല്ല കാര്യം, അതൊന്നാമത്തെ സ്റ്റെപ്പാണ്. അതാണ് വ്യാഖ്യാനം. അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതാണ് വ്യാഖ്യാനം. എന്നാൽ ആ മനസ്സിലായ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എന്തർത്ഥമാകുന്നു, അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പോഴങ്ങനെയുള്ളതാകുന്ന വിഷയങ്ങളെ പറഞ്ഞു വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പത്രോസ് ഒരു വാക്ക് പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ ചിന്തിച്ചു. സബ്മിഷൻ ടു ഗോഡ്ലി
അതോറിറ്റീസ്, ദൈവം ആക്കി വച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്, കീഴടങ്ങുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രായോഗിക നിർദ്ദേശമായിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മൾ ആ കാര്യം കണ്ടു. 13-ാമത്തെ വാക്യം മുതൽ സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. 18-ാം വാക്യം, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങുവിൻ. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഡൊമസ്റ്റിക്കായിട്ടുള്ള ഭവന ജീവിതത്തിലുള്ള ആ സബ്മിഷനെ കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, സ്റ്റേറ്റിനോടുള്ള ബന്ധത്തിൽ ആദ്യം പറഞ്ഞു. അതായത് മാനുഷിക നിയമങ്ങൾക്ക് കീഴടങ്ങുവിൻ. റൂൾസ് കീപ്പ് ചെയ്യുന്നത് ഒരു ദൈവ പൈതലിൻ്റെ പ്രധാനപ്പെട്ട കടമയാണ് എന്നുള്ള നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച കാര്യം. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ഇത് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഗോഡ് ഗിവൺ അതോറിറ്റീസിന് കീഴടങ്ങുന്നതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുക. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു ചിന്ത അവിടെ ഒന്ന് മനസ്സിലാക്കണം. അത് നിശ്ചയമായിട്ടും ദൈവവചനം എല്ലാ കാലത്തും ആപ്ലിക്കബിളാണ്, അതിന് സംശയമൊന്നുമില്ല. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. എങ്കിലും ഈ പ്രത്യേക വേദഭാഗം എഴുതപ്പെടാനുണ്ടായ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തെ അറിഞ്ഞ് കടന്നു വന്ന, അല്ലെ ദൈവമക്കളായി തീർന്ന, ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന ഒത്തിരി പേരുണ്ട്. അതേസമയം തന്നെ ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ മാത്രം വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ ആ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിശ്വാസിയാകുന്ന ഭർത്താവുള്ള ഭാര്യമാരെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാം അധ്യായം, 1 കൊരിന്ത്യർ 7-ാം അധ്യായം. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു പ്രത്യേക സാഹചര്യം 1-ാം നൂറ്റാണ്ടിലുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കർത്താവിൻ്റെ സുവിശേഷം ആ ഹസ്ബൻഡിനെ ടച്ച് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട മാർഗം എന്താ? സുവിശേഷം പറയുന്നതാണോ? വാക്കുകൾ കൊണ്ടാണോ? പത്രോസ് അപ്പോസ്തലൻ പറയുക അല്ലെന്ന്. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയേണ്ടെന്നാണോ? അല്ല. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, അതിലേക്ക് നമ്മൾ വരും. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, അപ്പോൾ ആ പ്രത്യേക കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. വചനം അനുസരിക്കാത്ത, അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്ത. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ പോകുന്ന കണ്ട് സഹോദരന്മാർക്ക് അല്പം ഒരു ബുദ്ധിമുട്ട്. എനിവേ, നമുക്കതൊന്ന് ചിന്തിക്കാം. അപ്പോൾ വചനം അനുസരിക്കാത്ത, എങ്കിലും ഇത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് നമ്മുടെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ. വചനം അനുസരിക്കാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പോൾ ഈ വചനം അറിയാത്ത, അല്ലെ കർത്താവിനെ അറിയാത്ത, കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത അവിശ്വാസിയാകുന്ന ഒരു ഭർത്താവ്, വിശ്വാസിയാകുന്ന ഒരു ഭാര്യ, നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ
എങ്ങനെയാണ് ആ വചനമനുസരിക്കാത്ത വ്യക്തി കർത്താവിങ്കിലേക്ക് വരുന്നത്? ഇത് വചനമനുസരിക്കാത്ത ആരെയും പോയി ചെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഒന്നും അല്ലിത്. പിന്നെ അങ്ങനെ അവിശ്വാസികളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരാളെന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ്. കേൾക്കണേ, അങ്ങനെ ഒരു സാഹചര്യമാണിത്. അപ്പൊ അങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ആ ഭർത്താവിൻ്റെ ജീവിതം കർത്താവിങ്കലേക്ക് നയിക്കപ്പെടുന്നത് എങ്ങനെ? അതാണ് പ്രധാനമായ ചിന്ത. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം. അത് മറന്നു പോകരുത്. എന്നാൽ അപ്പോൾ തന്നെ ഇത് എല്ലാ കാലത്തുമുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ്. കാരണം ഇതെന്താ? ഇത് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഒക്കെ ഉള്ളതാകുന്ന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നവരെ. അപ്പം ജീവനുള്ളതാണ്. ഇറ്റ് ഈസ് ലിവിങ് വേർഡ് ഓഫ് ഗോഡ്. അപ്പം ലിവിങ് ആയതുകൊണ്ട് അന്ന് 1-ാം നൂറ്റാണ്ടിലുള്ള ഒരു കുടുംബത്തോട് പറഞ്ഞ അതേ വചനം ഇന്നും നമ്മോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പം നമുക്കും ഇത് ആപ്ലിക്കബിളാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രാരംഭമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതേസമയം തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പ്രധാനമായിട്ട് 1-2 കാര്യങ്ങളിലൂടെ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കണം. ഈ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നല്ല ഗുണങ്ങളെക്കുറിച്ച്, ഇന്നതായിരിക്കണം നിങ്ങളുടെ ഗുണങ്ങൾ. അപ്പോൾ നമ്മളാരും ചിന്തിക്കരുത്, സഹോദരന്മാരാരും ചിന്തിക്കരുത് അത് സഹോദരിമാർക്ക് വേണ്ടി മാത്രം പറഞ്ഞേക്കുന്നതാണ്. അല്ല. ഉദാഹരണത്തിന് ഒന്ന് ശ്രദ്ധിച്ചേ, വേദഭാഗം ഒന്ന് എടുത്തേ. സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യൻ, ഇന്നർ ബ്യൂട്ടി, അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭാര്യമാരോട് പറയുന്നു എങ്കിൽ പോലും ഇത് ആർക്കൂടെ ബാധകമാണ്? ഭർത്താക്കന്മാർക്കൂടെ ബാധകമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഭാര്യയോ ഭർത്താവോ അന്ന് വ്യത്യാസമില്ലാതെ ഇത് ബാധകമാണ്. എന്നാൽ നമ്മളതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ സാഹചര്യത്തിലേക്ക് അതൊന്ന് അപ്ലൈ ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുവാനായിട്ട് പോകുകയാണ്. ഈ വചനമനുസരിക്കാത്ത ഭർത്താക്കന്മാർക്ക് അവരെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താ? അതാ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം. സത്യത്തിൽ എന്താണ് അവരെ കർത്താവിങ്കലേക്ക് ആകർഷിക്കുന്നത്, അല്ലെ ആകർഷിക്കേണ്ടത്? ആ കാര്യത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഈ പ്രത്യേകമാകുന്ന ഗുണങ്ങൾ വചനം അനുസരിക്കാത്ത ഒരു ഭർത്താവിൻ്റെ ഭാര്യയിൽ കാണുമ്പോൾ ആ പ്രത്യേക ഗുണങ്ങളുടെ ഉറവിടം എന്തെന്ന് അന്വേഷിപ്പാൻ തക്കവണ്ണം ആ വ്യക്തിയെ അത് പ്രേരിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ പറയുന്നത്, അവർ വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ എന്ന് പറഞ്ഞാൽ, വചനം കൂടാതെ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം കൂടാതെ എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ? വാക്കുകൾ കൂടാതെ, സംസാരം കൂടാതെ. വചനമനുസരിക്കാത്തവർ ഒന്നും സംസാരം കൂടാതെ നടപ്പ് കണ്ടേച്ച്
ആ നടപ്പിനാൽ അവരെന്ത് ചെയ്യും? എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ വേദഭാഗം വളരെ പ്രായോഗികമായിട്ട് നിറവേറിയ എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ഈ വേദഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് സത്യത്തിൽ ഈ അട്രാക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ബിഹേവിയർ, നടപ്പ്, അതെന്താ? ഒന്നാമത് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നത് ഇൻ ദ സെയിം വേ എന്ന് പറയുമ്പോൾ മുകളിൽ നമ്മൾ കണ്ടു കീഴടങ്ങിയിരിക്കുവാനുള്ള പ്രബോധനങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. സ്റ്റേറ്റിനോടുള്ള ബന്ധത്തിൽ, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കീഴടങ്ങലിനെ കുറിച്ച് കണ്ടു. പിന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെക്കുറിച്ച്, കർത്താവാണ് ഏറ്റവും നല്ല മാതൃകയെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. എന്നിട്ട് പറയാം ഇൻ ദ സെയിം വേ, അതുപോലെ അവണ്ണം തന്നെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. മുകളിൽ ഉള്ളതാകുന്ന ആ കീഴടങ്ങുവാനുള്ള നിർദ്ദേശങ്ങൾ, പ്രബോധനങ്ങൾ ദൈവമാക്കി വെച്ചിരിക്കുന്ന അതോറിറ്റിയോടുള്ള ബന്ധത്തിലാണ്. നമ്മളത് കണ്ടു. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദൈവത്താലുള്ളതാകുന്ന അതോറിറ്റിയാണ്, അധികാരമാണ്. എംപ്ലോയർ റിലേഷൻഷിപ്പ്, ആ അധികാരത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്നിട്ട് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്ന ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. റോമാലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. അപ്പോൾ ആ അധികാരങ്ങളെല്ലാം തന്നെ ദൈവത്തിങ്കിൽ നിന്നുള്ളതാണ്. പക്ഷേ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതോറിറ്റീസ് അത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം മനുഷ്യൻ എന്ത് ചെയ്തു? പാപത്തിൽ വീണുപോയി. അതുകൊണ്ട് തന്നെ ആ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗം നടക്കുന്നു എന്നുള്ളത് അധികാരങ്ങൾക്ക് കീഴടങ്ങാതിരിപ്പാനുള്ള എക്സ്ക്യൂസ് അല്ല, ഒഴികഴിവല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലല്ല അധികാരങ്ങൾ പോകുന്നത്. പക്ഷെങ്കിൽ അത് കീഴടങ്ങാതിരിപ്പാനുള്ളതാകുന്ന ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താകപ്പാടെ എല്ലാവരും ഡേസ്ഡ് ആയിട്ടിരിക്കുന്നേ. എനിവേ, നമുക്ക് ആ കാര്യങ്ങൾ മുൻപോട്ട് ചിന്തിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ദൈവം കുടുംബത്തിൽ വെച്ചേക്കുന്ന റോൾസ് ഉണ്ട്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ഭർത്താവിനാണ് ഭവനത്തിൻ്റെ ഹെഡ് ആയിരിക്കുന്നത്, ഭർത്താവ്, സംശയമൊന്നുമില്ല. ദൈവം വെച്ചിരിക്കുന്നതാകുന്ന റോളാണ്. എന്നുകണ്ട് ഭാര്യ ഭർത്താവിനേക്കാളും താണതാണെന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഇൻഫീരിയർ ക്രീച്ചർ ആണെന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഒരിക്കൽ ഏതോ ഒരു ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശനത്തിൽ നിന്ന്, ഇവിടെ അല്ല, നിങ്ങൾ പേടിക്കണ്ട, എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ എന്തോ പറഞ്ഞാലും ഇത് ഈ ഒരു എല്ലല്ലേ. എന്താ പറയാ, മനസ്സിലായോ? ഇവിടുന്ന് എടുത്തൊരു എല്ലല്ലയോ, അത്രയല്ല ഉള്ളൂന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു ചിന്ത, ഈ റോൾ ദൈവം തന്നേക്കുന്നതാകുന്ന ആ പദവി അല്ലെ ആ ഹെഡ്ഷിപ്പ്, അതിന് പ്രത്യേകിച്ച് പുരുഷന്മാർ, ഭർത്താക്കന്മാർ അക്കൗണ്ടബിളാണ്. ആ കാര്യം മറന്നു പോകരുത്. വേദപുസ്തകം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്.
ഏലി പുരോഹിതന്റെ മക്കളെ അവർ തെറ്റിപ്പോയി. പക്ഷെ ദൈവം അക്കൗണ്ടബിൾ ആക്കിയത് ആരെയാണെന്നറിയാമോ? ആരെയാ? സഹോദരിമാരാരോ പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞേ. ഏലിയെ അക്കൗണ്ടബിൾ ആക്കി. ഏലിയയുടെ വൈഫിനെ കുറിച്ച് വല്ല അവിടെ വായിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഹെഡ്ഷിപ്പ്, ഭവനത്തിൻ്റെ ആ ഹെഡ്ഷിപ്പ്, അല്ലെ ദൈവം തന്നേക്കുന്ന ആ അധികാരം, അല്ലെ ദൈവം തന്നിരിക്കുന്ന ആ പദവി, അതിൻ്റെ കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, ആ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് റൂള് ചെയ്യാനുള്ളതാകുന്ന അധികാരമല്ല. റൂള് ചെയ്യാനല്ല അധികാരം തന്നേക്കുന്നത്. പിന്നെ എന്താ? അധികാരം വിനിയോഗിക്കുന്നയാളിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനുമല്ല അധികാരം തന്നേക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹസ്ബൻഡ്സിൻ്റെ അധികാരം എന്ന് പറയുമ്പോൾ എന്നാൽ ഇനി എൻ്റെ രീതി കാര്യങ്ങൾ, നോ, അതിനൊന്നുമല്ല. അധികാരം തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ടു പ്രൊട്ടക്റ്റ്. ആ അധികാരത്തിൻ്റെ കീഴിൽ വന്നിരിക്കുന്നയാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ, അതിന് ആ റോളിലേക്ക് ദൈവം പുരുഷന്മാരെ ആക്കിയേക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. പക്ഷെങ്കിൽ അതേസമയം വചനം അനുസരിക്കാതിരിക്കുന്ന ഒരാൾ വചനം അനുസരിക്കുന്നില്ല, അതുകൊണ്ട് ആ ആളിനെ അനുസരിക്കേണ്ട എന്ന് ദൈവ പൈതലാകുന്ന ഒരു സഹോദരിക്ക് ചിന്തിപ്പാൻ കഴിയുന്നതല്ല. പിന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ വരെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്, നിർമ്മലമായ അല്ലെ ദൈവസന്നിധാനത്തിൽ നിർമ്മലമാകുന്ന നടപ്പിന് വിരുദ്ധമാകുന്ന ഒരു കാര്യം ഉണ്ടായാൽ അതിനനുസരിപ്പാൻ എന്തില്ല? പ്രമാണമില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിനനുസരിക്കേണ്ട കാര്യമില്ല. പാസ്റ്റർ PM ഫിലിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാസ്റ്റർ PM ഫിലിപ്പ്? ആരും കേട്ടിട്ടില്ലേ? കർത്താവിൻ്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്ന പ്രായമുള്ള, കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഓർമ്മ ശരി, ഒരു 10-15 വർഷത്തിനുള്ളിലാണ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വിവാഹ ശുശ്രൂഷകളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു പ്രസംഗമേ ഉള്ളൂ. ഞാൻ ഒരുപാട് വിവാഹ ശുശ്രൂഷകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് ഇതാണ്: ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. എന്നാൽ ഒരു ദിവസം ഭർത്താവ് പറയുക, ഞാൻ വൈകിട്ട് എൻ്റെ 2-3 കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരും, നീ ഒരു കോഴിയൊക്കെ കശാപ്പ് ചെയ്ത് ഒന്ന് റെഡി ആയിരിക്കണം. വരുന്ന കൂട്ടത്തിൽ ഞാൻ അടുത്ത കടയിൽ നിന്ന് ഒരു കുപ്പിയൊക്കെ മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞാൽ അവിടെ അനുസരിപ്പാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്വതസ് ഇങ്ങനൊന്നുമല്ല അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങ് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ നിർമ്മലമാകുന്ന നല്ല നടപ്പ്. അപ്പോൾ അവിടെ വരെ അനുസരിക്കാം, അതിനപ്പുറത്തോട്ട് അനുസരിക്കാൻ പ്രമാണമില്ല, കീഴടങ്ങുവാൻ പ്രമാണമില്ല. അപ്പോൾ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതോറിറ്റിക്ക് കീഴടങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ആ അതോറിറ്റിക്ക് കീഴടങ്ങുകയാണ്. ഭാര്യമാരെന്ത് ചെയ്യുക? കീഴടങ്ങുകയാണ്, കീഴടക്കുകയല്ല. കീഴടക്കാൻ എന്തില്ല? പ്രമാണമില്ല. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഭർത്താക്കന്മാർ അവരുടെ അതോറിറ്റിയെ അല്ല ഫോക്കസ് ചെയ്യുന്നത്,
അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ ആ അധികാരത്തെ അല്ല ഭർത്താക്കന്മാർ ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് എന്താണെന്നുള്ളതും വേദപുസ്തകം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് എഫേസ്യ ലേഖനം 5:25 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്? നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാ? എന്തേലും കണ്ടീഷൻ വെച്ചിട്ട് നിന്റെ സ്വഭാവം വെച്ചിട്ട് നന്നാകാമെങ്കിൽ ഞാൻ നിന്നെ എന്ന് പറയുന്ന അങ്ങനല്ല. ഭർത്താക്കന്മാരോട് പറഞ്ഞേക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. സാക്രിഫിഷ്യൽ ലവ്. ഭർത്താവിന് കീഴടങ്ങാൻ പറയുമ്പോൾ ആ സാക്രിഫിഷ്യൽ ലവിനെ കുറിച്ച് പൊതുവെ പറയാറില്ല. അതും പറയണം. അത് പറഞ്ഞെങ്കിലേ, ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരുപോലെ അത് എംഫസൈസ് ചെയ്യുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഭർത്താക്കന്മാർ കീഴടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഭാര്യമാർ കീഴടങ്ങുവിൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് ഭാര്യമാർക്ക് ബഹുമാനം കൊടുപ്പീൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. 3:7. അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. 1 പത്രോസ് 3:7 നമ്മൾ വായിക്കുന്നത് ഭാര്യമാർക്ക് എന്ത് കൊടുക്കുവിൻ? എന്തുവാ? ബഹുമാനം കൊടുപ്പിൻ. ഓണർ ദം. അവരെ കീഴടക്കാനോ അവർ ഇൻഫീരിയർ ആഫ്റ്റർ ഓൾ ഈ എല്ലിൻ ആണല്ലോ എന്ന് പറഞ്ഞ് അവരെ ട്രീറ്റ് ചെയ്യാനോ ഒന്നും എന്തില്ല, അധികാരം അനുവദിക്കുന്നില്ല. ദൈവം വച്ചിരിക്കുന്നതാകുന്ന ആ പദവി അനുവദിക്കുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. അതേസമയം തന്നെ വചനമനുസരിക്കാത്ത ഒരു ഭർത്താവിന് ഭാര്യമാരുടെ നല്ല നടപ്പ് അട്രാക്റ്റീവാണ്. ആ നല്ല നടപ്പിനാൽ അവരെന്ത് ചെയ്യും? അവർ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ അവരുടെ സബ്മിഷൻ കർത്താവിനെന്നതുപോലെ. പ്രിയപ്പെട്ടവരെ, ആ അതോറിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അനുസരിക്കുമ്പോൾ അത് അട്രാക്റ്റീവായി തീരും. ഇതൊരിക്കലും മറന്നു പോകരുത്. ഇത് ദൈവവചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ രണ്ട് കാര്യവും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കണം. കീഴടങ്ങുവാനൊരു ഭാര്യ തീരുമാനിക്കുമ്പോൾ എൻ്റെ ഭർത്താവിച്ചിലൂടെ നന്നായിട്ട് ഞാൻ കീഴടങ്ങാം എന്ന് പറയുവാൻ അവൾക്ക് അധികാരമില്ല. കീഴടങ്ങാത്ത ഒരു ഭാര്യയെക്കുറിച്ച് ഭർത്താവ് ചിന്തിക്കുമ്പം അവളെ കീഴടക്കാനും പ്രമാണമില്ല. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിന് കീഴടങ്ങുകയും നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യുകയും ബാക്കിയുള്ള ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ, നമ്മളോട് ദൈവം പറഞ്ഞത് ചെയ്യുമ്പം ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ബാക്കിയുള്ളത് ചെയ്യും. കീഴടങ്ങാത്ത ഒരു ഭാര്യയെ കീഴടക്കുവാൻ ആത്മീകനാകുന്ന ഒരു ഭർത്താവിന് ആവശ്യമില്ല. അവനെന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറഞ്ഞ ആ കാര്യം അവൻ ചെയ്യാൻ തുടങ്ങണം. എന്ത്? അൺകണ്ടീഷണൽ ലവ്. വചനമനുസരിക്കാത്ത ഒരു ഭർത്താവിൻ്റെ നടപ്പ് ശരിയാക്കാൻ, അത് ശരിയായിട്ട് ഞാൻ കീഴടങ്ങാമെന്ന് ഭാര്യ ചിന്തിക്കേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞത് അവൾ അനുസരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ബാക്കി കാര്യം ചെയ്യാൻ വിശ്വസ്തന. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഒന്ന്, വാട്ട് ഈസ് ദ ബ്യൂട്ടി, മനോഹാരിത, സൗന്ദര്യം എന്താ?
അവിശ്വാസിയാകുന്ന ഒരു ഭർത്താവിന് വിശ്വാസിയാകുന്ന ദൈവവൈതലിലാകുന്ന ഒരു ഭാര്യയിൽ അവൻ കാണേണ്ട സൗന്ദര്യം എന്താണ്? ഒന്നാമത്തെ സൗന്ദര്യം സബ്മിഷൻ. ഒന്നാമത്തെ സൗന്ദര്യം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബ്യൂട്ടിയാണ്, ആ അട്രാക്ഷനാണ് നമ്മളവിടെ കാണുന്നത്. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിപ്പീൻ. 2, അതിൻ്റെ ഒന്നാമത്തെ വാക്യം തന്നെ അതിൻ്റെ 2-ാം ഭാഗം. ഇറ്റ് ഇൻവോൾവ്സ് റെവറൻസ്, ഭയം. എന്താണ് അവിടെ ഭയമെന്ന് പറഞ്ഞേക്കുന്നത്? അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്. ഭയമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫേസ്യ ലേഖനം 5:33 ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എനിവേ, ഇവിടെ ഭയപ്പെടുക എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 17 2-ാം അധ്യായം 17, 18 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീ, നോക്കണം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീ അവിശ്വാസിയാകുന്ന ഒരു ഭർത്താവിനെ ദൈവത്തിങ്കലേക്ക് ആത്യന്തികമായി നയിക്കുമെന്ന്, നിങ്ങളുടെ നല്ല നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകുമെന്നാണ് വായിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുക. യഹോവ ഭക്തയാകുന്ന സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അപ്പോൾ നിശ്ചയമായിട്ടും ഇവിടെ ദൈവഭക്തയാകുന്ന ഒരു സ്ത്രീ. അപ്പോൾ സ്ത്രീയിൽ, ഭാര്യയിൽ ഒന്നാമത്തെ അട്രാക്ഷൻ നമ്മളവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കീഴടങ്ങുക, സബ്മിസീവ്നെസ്. 2-ാമത്തെ സൗന്ദര്യം എന്നുള്ളത് എന്താ പറഞ്ഞേ? ഭയപ്പെടുക, ദൈവഭയം. ദൈവഭയമാണ് ഒരു ഭാര്യയുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭാര്യയിൽ വചനമനുസരിക്കാത്ത ഒരു ഭർത്താവ് ആ ഭയത്തോടുകൂടിയ നല്ല നടപ്പിനാൽ എന്തു ചെയ്യും? ചേർന്ന് വരുവാനിടയാകുമെന്ന്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ ഭയപ്പെടുക. നമ്മുടെ ബ്യൂട്ടി സഹോദരിമാരെ, നിങ്ങളുടെ എന്താ പറയുക, മേക്കപ്പ് ബോക്സിലെ ടൂൾസാണ് ഇതൊക്കെ. ഈ ഒലയും പോൺസും പിന്നെന്തുവാ, എന്തൊക്കെയാ പേര്, അതൊന്നുമല്ല നമ്മുടെ എന്താ ബ്യൂട്ടി ടൂൾസ്. പിന്നെന്തുവാ, ഇതൊക്കെയാണ്. അതാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നതെന്ന് സാരം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് പറയാം. പിന്നെ പറയുകയാണ്, ഈ ഭാര്യമാരുടെ വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങൾ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വചനം കൂടാതെ, വാക്കുകൾ കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരന്തരമായിട്ട് ഈ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നങ്ങ് അതിൻ്റെ വ്യാഖ്യാനമാണ്. അങ്ങനെ ചെലച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെലയ്ക്കുന്നത് സത്യത്തിൽ വലിയ പ്രശ്നവുമാണ്. ഞാൻ വന്നിടയ്ക്ക് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം അവരുടെ ഇരിപ്പുണ്ട് എങ്കിലും അങ്ങ് പറയുക,
ഞാനങ്ങ് ദൂരെയാ ജോലി ചെയ്യുന്നേ. അത് പാസ്റ്റേ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്, മരുഭൂമി പോയി പാർക്കാൻ. മനസ്സിലായോ? എനിവേ, ശലോമോൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. കലഹക്കാരത്തിയാകുന്ന ഒരു ഭാര്യയുടെ കൂടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നാഗി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണോ ചില സഹോദരന്മാരൊക്കെ ഈ ജോലി സ്ഥലത്ത് തന്നെ അങ്ങിരിക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. വീട്ടിൽ ചെന്ന് അവരെ കാണത്തേ ഇല്ല. സഹോദരൻ അവിടെ ഉണ്ടോ, ഒന്ന് വിസിറ്റ് ചെയ്യാൻ. ഓ ഇല്ലില്ല, ഞാനില്ല. എനിവേ, ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്ന കാര്യം എന്താ? വചനം കൂടാതെ, വിത്തൗട്ട് വേർഡ്സ്. അപ്പൊ ഈ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് നല്ല പെരുമാറ്റമാണ്. ബ്യൂട്ടിഫുൾ, നല്ല അട്രാക്റ്റീവായിട്ടുള്ള കാര്യം. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ മുൻപോട്ടങ്ങ് പോവുകയാണ്. ഇനിയും സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ. അടുത്തതായിട്ട് അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ അലങ്കാരം, അപ്പം നിങ്ങളുടെ ബ്യൂട്ടി, തലമുടി പിന്നുന്നതും. നമുക്ക് ഈ വാക്യം ആഭരണധാരണത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ഈ വാക്യം പരിചയമുള്ളൂ. പക്ഷേ അങ്ങനൊന്നും ആഭരണധാരണത്തെ കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. അതല്ല, ആഭരണദാനത്തിന് ധരിക്കണോ വേണ്ട എന്നുള്ളത് അതിന് വേറെ വാക്യം ഉണ്ടാകും. അതല്ല ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം. ഇവിടെ പറഞ്ഞേക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചേ, 3ഉം 4ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. നിങ്ങളുടെ അലങ്കാരം. അലങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അലങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ 1 കൊരിന്ത്യർ 12 എടുത്ത് വായിക്കണ്ട. ഒരവയവത്തിന് അല്പം ബ്യൂട്ടി കുറവാന്ന് അതിനെ എന്ത് ചെയ്യും? അതിൻ്റെ കാര്യം എന്നാ? അലങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അലങ്കരിക്കുന്നത്. ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അലങ്കരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിയാകുന്ന ആകർഷണം ഉണ്ടാക്കുന്ന അലങ്കാരം എന്ത്? അതാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് ആ അലങ്കാരം, ബാക്കിയുള്ള അലങ്കാരമെല്ലാം എന്താണെന്നറിയാമോ? അത് ഫെയ്ഡായി പോകുന്നതാ. ഇവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ അലങ്കാരത്തിൻ്റെ ഒരു ഗുണം എന്താ? അക്ഷയ ഭൂഷണമായ ഗൂഢമനുഷ്യൻ. ക്ഷയിക്കുന്നതല്ല ഈ അലങ്കാരം. മറ്റേ അലങ്കാരം എന്തുവാ? ക്ഷയിക്കും. നമ്മൾ 1:4 കണ്ടല്ലോ, ക്ഷയം, വാട്ടം, മാലിന്യം. അപ്പോൾ ക്ഷയിക്കാത്ത അലങ്കാരം. മറ്റേ അലങ്കാരമെല്ലാം എന്തുവാ? ക്ഷയിക്കുന്ന അലങ്കാരമാണ്. എന്നോ ചെയ്തെന്ന് പറഞ്ഞാലും അത് ക്ഷയിക്കും. ചില സൗരന്മാർ ഈ കഷണ്ടി മറയ്ക്കാൻ വേണ്ടിയിട്ടേ ഇവിടുന്ന് ഇതെല്ലാം കൂടി ഇങ്ങനെ നീട്ടിയേച്ച് എല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് വെക്കും. ഒരു കാറ്റടിക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ആകെപ്പാടെ പറന്ന്. കണ്ടിട്ടുണ്ടോ? ഇപ്പം പിന്നെ ഈ ഗൾഫ് ഗേറ്റൊക്കെ വന്നതുകൊണ്ട് ആ പ്രശ്നമില്ല. ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ബോംബെയിൽ പല ആൾക്കാർ എന്നോട് പറഞ്ഞു, പക്ഷേ പുതിയ സ്ഥലത്തോട്ടല്ലേ പോകുന്നത്, അവർക്കറിയത്തില്ലല്ലോ, ഒരെണ്ണം വെച്ചോണ്ട് പോകും. ഞാൻ പറഞ്ഞു, ഏതായാലും ആ കാര്യം ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഉള്ളത് മതി. പിന്നെ എനിവേ ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം ഈ എന്നോ ചെയ്താലും ഇതെല്ലാം ക്ഷയിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. അത് ആരെങ്കിലും ചെയ്യുന്നത് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. വൃത്തിയായിട്ട് മുടി വെക്കുന്നത് വെച്ചു, എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. ദൈവവചനത്തിലും
അത് പാടില്ല എന്നൊന്നും പറയുന്നില്ല, അതല്ലെന്നേ, അത് ക്ഷയിക്കുമെന്നേ പറയുന്നുള്ളൂ. അത് മാറിപ്പോകുന്ന. എന്നാൽ അക്ഷയഭൂഷണമാകുന്ന ട്രൂ അഡോൺമെന്റ് എന്താ? ട്രൂ അഡോൺമെന്റ് എന്താ? അവിടെ ആ കോൺട്രാസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ പുറമേ ഉള്ളതല്ല, എക്സ്റ്റേണൽ ആൻഡ് വിസിബിൾ അല്ല സഹോദരിമാരെ നിങ്ങളുടെ അലങ്കാരം. എക്സ്റ്റേണൽ ആൻഡ് വിസിബിൾ ആയിട്ടുള്ള അലങ്കാരം ക്ഷയിക്കുന്ന അലങ്കാരമാണ്. എന്നാൽ ക്ഷയിക്കാത്ത അലങ്കാരം എന്താ? ക്ഷയിക്കാത്ത അലങ്കാരം ഇന്നർ ബ്യൂട്ടിയാ. ആ ഇന്നർ ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പ്രായമാകുമ്പോഴും ആ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? എന്തുവാ, നിൽക്കുമോ ഇല്ലയോ? നിൽക്കും. അല്ല, പുറമേയുള്ള അലങ്കാരത്തിനാണ് സഹോദരന്മാർ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ കുറെ കഴിയുമ്പം അതിനേക്കാളും അലങ്കാരമെന്ന് തോന്നിടത്തോട്ടൊക്കെ പോയെന്ന് വരും. കുറഞ്ഞ പക്ഷം മനസ്സിലെങ്കിലും. ക്ഷമിക്കണേ ഞാനിങ്ങനെയൊക്കെ പറയുന്നതേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ട്രൂ ഇന്നർ ബ്യൂട്ടി, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പുറമേയുള്ളതല്ല. പിന്നെന്താ? ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ, ഇന്നറായിട്ടുള്ള. അപ്പോൾ ദൈവമക്കളാകുന്ന ഭാര്യമാർ അവർ പ്രസൻറ്റബിൾ ആയിരിക്കണം, ഒക്കെ ശരിയാ, എല്ലാം ശരി തന്നെ. പക്ഷെങ്കിൽ അത് വേണ്ടാന്നും പറയുന്നില്ല. കാരണം അവിടെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അത് വേണ്ടാന്ന് പറയുന്നില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമല്ല. അപ്പോൾ അത് വേണ്ടാന്നുള്ളതാണ്. പിന്നെ ആ കാര്യവും ആപ്ലിക്കബിളായിട്ട് വരും. അത് നിങ്ങൾ അതുപോലെ വായിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്നല്ല, അതല്ല അതിൻ്റെ വിഷയം. ഇന്നർ ബ്യൂട്ടിയാണ് വിഷയം. ആന്തരിക സൗന്ദര്യമാണ് വിഷയം. ആ ആന്തരിക സൗന്ദര്യം, അത് എന്താണ് ആന്തരിക സൗന്ദര്യം? ആ ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. നോക്കിയേ, ഹൃദയത്തിൻ്റെ അക്ഷയഭൂഷണമാകുന്ന ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ, ക്ഷയിക്കാത്ത. പുറമേ ഉള്ള സൗന്ദര്യം എല്ലാം ക്ഷയിക്കും. പുറമേയുള്ള എല്ലാ കാര്യങ്ങളും. ഞാനൊരിക്കൽ ഒരാളെ കണ്ടു, അതിൻ്റെ തലേ ആഴ്ച വരെ നല്ല കറാന്നുള്ള മുടിയായിരുന്നു. പിറ്റേ ആഴ്ച നോക്കിക്കൊണ്ട് വെളുത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഇതെന്നെ കളി, അലർജിയാ, ആ തേക്കുന്ന സൂത്രത്തിൻ്റെ അലർജി. തേക്കാൻ വയ്യ, ഭയങ്കര പ്രശ്നം. ഇന്ന് നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ, ഫെയ്ഡാകുന്നതാ. പക്ഷെങ്കിൽ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? അത് ഫെയ്ഡാകുന്നതല്ല, അത് നിത്യമാകുന്നതാണ്, ഇറ്റേണലാണ്, അക്ഷയഭൂഷണമാണ്. അതാണ് അട്രാക്റ്റീവായിട്ടുള്ളത്. സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ദൈവഭക്തയാകുന്ന ഒരു സ്ത്രീയാണോ നിങ്ങളുടെ ഭാര്യ? അതോർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതാ വലിയ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അതാ വലിയ കാര്യം. പുറമേ ഉള്ളതല്ല വലിയ കാര്യം, അതല്ല നിത്യമായിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഭാര്യമാരോട് പറയുന്നത് അതാണ്. പുറമേ ഉള്ളതിനേക്കാളും ആ ഇന്നർ ബ്യൂട്ടിയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ആരിലേക്ക്? നിങ്ങളിലേക്കല്ല. നിങ്ങളിൽ ആ
ആന്തരിക സൗന്ദര്യം ഉണ്ടായതിൻ്റെ ഉറവിടത്തിങ്കലേക്ക് അട്രാക്റ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ വിഷയം. ആ ആന്തരിക സൗന്ദര്യത്തിൻ്റെ ഉറവിടം ആരാണ്? അത് കർത്താവാണ്. അപ്പോൾ കർത്താവിങ്കലേക്ക് വചനമനുസരിക്കാത്ത, രക്ഷിക്കപ്പെടാത്തവനാകുന്ന ഒരു ഭർത്താവിനെ അട്രാക്റ്റ് ചെയ്യുന്നതാകുന്ന ഹൃദയത്തിൻ്റെ അക്ഷയമാകുന്ന ആ സൗന്ദര്യത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. പുറമേയുള്ളതല്ല, ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ല, ഇന്നർ ബ്യൂട്ടിയാണ് വിഷയം എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. ആകട്ടെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ആയിരിക്കണം. എന്നിട്ട് പറയുക, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. God will honor such beautiful behavior. ദൈവം അതിനെ ഓണർ ചെയ്യും. എങ്ങനെയാ ഓണർ ചെയ്യുന്നേ? വചനമനുസരിക്കാത്ത ഒരുവൻ ഉണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യും? അവനെ വചനമനുസരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവസന്നിധാനത്തിൽ അതെന്താണ്? വിലയേറിയതായ കാര്യമാണ്. അതാണ് അതിനകത്തെ വിഷയം. ദൈവസന്നിധാനത്തിൽ വിലയേറിയതാകുന്ന കാര്യമാണ്. അതാണ് ദൈവം വിശ്വാസികളാകുന്ന സഹോദരിമാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞിട്ട് ഒരു ഉദാഹരണത്തെക്കുറിച്ച് പറയുക. 5-6 വാക്യങ്ങളിൽ ആ കാര്യം ഒന്ന് ഉദാഹരിക്കുകയാണ്, ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുകയാണ്. അവിടെ എന്താണ് ആ ഇല്ലുസ്ട്രേഷൻ നമ്മളവിടെ കാണുന്നത്? അവിടെ കാണുന്ന ഇല്ലുസ്ട്രേഷൻ ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് നോക്കുക. എന്നിട്ട് പത്രോസ് പറയുക, പഴയ കാലത്ത് വിശുദ്ധ സ്ത്രീകൾ ആ മാതൃകയാണ് കാണിച്ചത്. അവര് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്നവരാ. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുക. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. നോക്കുക, ഇവിടെ അപ്പോസ്തലനായ പത്രോസ് സാറായെയാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് അവിടെ? ഹസ്ബൻഡിനെ യജമാനനെന്ന് വിളിക്കുന്നതിനെ കുറിച്ചല്ല. യജമാനൻ ഇക്കാലത്ത് യജമാനെന്ന് വിളിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം പേര് വിളിക്കാതിരിക്കണം കേട്ടോ. ഇവിടെ അങ്ങനെ ഇല്ലെന്നാ എൻ്റെ ചിന്ത. അങ്ങനെ ഉണ്ടേ അങ്ങ് മാറ്റണം. എനിവേ, ആ വിഷയമല്ല നമ്മുടെ കാര്യം. അവിടെ സാറായെക്കുറിച്ച് പറയുക. സാറായിക്കും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. തെറ്റില്ലാതിരുന്ന ഒരു പെർഫെക്റ്റ് മോഡലൊന്നും അല്ല സാറ. അബ്രഹാമും അല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഒരു കാര്യം എടുത്തു കാണിക്കുക. അബ്രഹാമിനെ എന്ത് ചെയ്തു? അനുസരിച്ചിരുന്നു. മാത്രമല്ല, സാറയുടെ കാര്യം എന്താ? അവൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നു. അപ്പോൾ അബ്രഹാമിനെ അനുസരിക്കാൻ സാറായെ പ്രേരിപ്പിച്ച ഘടകം എന്താ? ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വയൊന്നും പോയില്ല. ഭയങ്കര അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. ഒത്തിരി നിശ്ചയമല്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു മുന്നിൽ. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ സാറ എന്ത് ചെയ്തു? ദൈവത്തിൽ അവൾക്ക് പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാമിനെ അവൾ അനുസരിച്ച് കീഴടങ്ങിയിരുന്നു. അബ്രഹാമിന് തെറ്റുപറ്റിയ കാര്യം എന്നിട്ട് അവിടെ കാണുന്നത്, നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും
അപ്പോൾ ഡൂയിങ് റൈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അനുസരിക്കുമ്പോൾ തന്നെ ഡൂയിങ് റൈറ്റ് തിങ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം അബ്രഹാമിന് 2 പ്രാവശ്യം തെറ്റുപറ്റി. നമുക്കറിയാം, 12-ാം അധ്യായത്തിലുണ്ട്, പിന്നെ 22-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. 2 പ്രാവശ്യം സാറായെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു, റോങ് പറഞ്ഞു. അതനുസരിക്കാനൊന്നും പ്രമാണമില്ല. എന്നോ പറഞ്ഞാലും കേൾക്കാനൊന്നും എന്തില്ല, പ്രമാണമില്ല. നന്മ ചെയ്ത് അനുസരിക്കുക. അപ്പോൾ സാറയെ മോഡലായിട്ട് എടുക്കുമ്പോൾ എല്ലാ ഡീറ്റെയിലും ഫോളോ ചെയ്യാനല്ല പറയുന്നത്, നേരെ മറിച്ച് ആ പൊതുവായിട്ടുള്ള സാറായുടെ ജീവിതത്തെയാണ് അനുസരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അനുസരിച്ചാൽ അതെന്താണ്? ദൈവസന്നിധാനത്തിൽ അത് ദൈവത്തിന് വിലയേറിയതാകുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണുന്നതാകുന്ന ഒരു വിഷയം, പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്, അങ്ങനെ നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും. മുകളിൽ പറയുന്നത് നന്മ ചെയ്യുന്നത് നിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള മനോമിതം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സാധിച്ചാൽ അത് പ്രസാദമാകുന്നു. അതുപോലെ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ, ഇവിടെയും അത് കാണുകയാണ്, നന്മ ചെയ്യുക. വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ വൈഫ്? ദിസ് ഈസ് ദ ബ്യൂട്ടി. പുറമേ ഉള്ളതല്ല, ആ ഇന്നർ ബ്യൂട്ടി. നന്മ ചെയ്യുക, ദൈവത്തെക്കുറിച്ച്. അപ്പോൾ റോങ് ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന വിശുദ്ധ സ്ത്രീകൾ എന്ത് ചെയ്യുക? നന്മ ചെയ്യുക. അവർക്ക് പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. കാരണം എന്താ? ഷീ ഈസ് ഡൂയിങ് റൈറ്റ് ആൻഡ് ഗോഡ് ഈസ് ദർ. ദൈവം ഉണ്ടല്ലോ. ദൈവത്തെ അനുസരിക്കുന്ന ഒരാളിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും ഉത്തരവാദി ആരാ? ദൈവം തന്നെ. അപ്പോൾ പിന്നെ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ചയിൽ നമ്മൾ ആ 7-ാമത്തെ വാക്യം ചിന്തിക്കുന്നതായിരിക്കും. അന്നേരം ഈ കാര്യം ഒന്നുകൂടെ ബാലൻസ് ആകും. എനിവേ, ഭാര്യമാരോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞെങ്കിലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആ ഇന്നർ ക്വാളിറ്റീസ് എന്നുള്ളത്, ആന്തരികമാകുന്ന ആ സദ്ഗുണങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും, പുരുഷനും സ്ത്രീക്കും എല്ലാം ആപ്ലിക്കബിളാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, വിശ്വാസികളാകുന്ന സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ റോളിൽ നമ്മൾ ദൈവവചനപ്രകാരമാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ക്രിസ്തീയ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് വരുമ്പോൾ അത് ലോകത്തിൻ്റെ മുൻപിൽ എന്തായിത്തീരും? സാക്ഷ്യമായി തീരും. മറന്നു പോകരുത്. പത്രോസ് എന്താ പറഞ്ഞു തുടങ്ങിയതെന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ, നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മുടെ കുടുംബജീവിതം അവിശ്വാസികൾക്ക് എന്താകണം? മാതൃകയാകണം. അതാ പ്രധാനപ്പെട്ട വിഷയം. ആ മാതൃകയാകേണ്ട കുടുംബജീവിതത്തിൽ ഒരു ഹസ്ബൻഡിൻ്റെ റോൾ എന്ത്, ഒരു വൈഫിൻ്റെ റോൾ എന്ത് എന്നുള്ളതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ പ്രായോഗികമാകുന്ന ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. വളരെ ശാന്തതയോടെ, സ്തോത്രം, ഹല്ലേലൂയ ഒന്നും പറഞ്ഞില്ലെങ്കിൽ മിക്കവാറും എല്ലാവരും ഉണർന്നിരുന്ന് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഭൃത്യൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ്